KFC എന്നൊരു ഹോട്ടൽ. എന്നിട്ട് രണ്ടാമത്തെ ഹോട്ടൽ വന്നേക്കാണ്. രണ്ട് പിക്കപ്പാണ് ചെയ്യാറുള്ളത്. ലുലു മോളിലാണ് അടുത്ത ഹോട്ടൽ. അതെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് ചെയ്യുക. സമയം 9. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ എടുക്കാൻ ചിക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ദിവസം പാർട്ട് ടൈമായിട്ട് സ്വിഗ്ഗി ഓർഡർ ചെയ്യണം. സ്വിഗ്ഗി ഫുഡ് ഡെലിവറി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ പാർട്ട് ടൈമായിട്ട് ഓടി എനിക്ക് എത്ര രൂപ കിട്ടി, എത്ര മണിക്കൂർ ഞാൻ വർക്ക് ചെയ്തു, എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുക, കണ്ടിട്ട് എനിക്ക് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുങ്ങളെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളെ കാര്യങ്ങൾ പറ. ശരി, ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാനിന്ന് പാർട്ട് ടൈമായിട്ട് സ്വിഗ്ഗി ഓടാൻ പോവുകയാണ്. ഞാൻ സ്വിഗ്ഗിയുടെ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ടു. നമ്മൾ യൂണിഫോമും ബാഗും എല്ലാം ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ പാർട്ട് ടൈമായിട്ട് പോവുകയാണ്. കണ്ടു നോക്കാം. ഞാൻ കോസ്റ്റ്യൂമെല്ലാം ഇട്ട് കഴിഞ്ഞു. പിന്നെ മാസ്കൊക്കെ ഇട്ടു. വെയിലൊക്കെ അല്ലേ, ഹെൽമെറ്റ് വയ്ക്കാൻ നേരത്ത് മാസ്ക് വെച്ച് പോകുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. അപ്പോൾ ഞാൻ മാസ്കൊക്കെ ഇട്ടതിന് ശേഷം ഓടാൻ തുടങ്ങുവാണ്. വർക്ക് ചെയ്യാൻ പോകുന്ന ട്രിവാൻഡ്രത്ത് പട്ടം സോണിലാണ് ഞാൻ സ്വിഗ്ഗി ഓടാൻ പോകുന്നത്. അപ്പം അവിടെ ഓടുന്നതിനായിട്ട് ഞാൻ വേറൊരു സ്ഥലത്താണ് നിന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഓൺലൈനിൽ കയറാൻ പറ്റുന്നില്ല, ആപ്പിൽ കയറാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയതിനു ശേഷം, സോണിലോട്ട് പോയതിനു ശേഷമാണ് ഓർഡർ എടുത്തത്. ഫസ്റ്റ് ഓർഡർ അടിച്ചേക്കാണ്. ഓർഡർ ജ്യൂസ് ടെക് പ്രീമിയം ഷുഗർ കേക്ക്. ഓക്കെ, ഞാൻ പോയി ഓർഡർ എടുത്തിട്ട് അടുത്ത വഴിക്ക് പോകാം. ഗൈസ്, ഡബിൾ ഓർഡറാണ്. അടുത്ത രണ്ടാമത് വേറൊരു ഓർഡർ എടുക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫസ്റ്റ് പിക്കപ്പ് കംപ്ലീറ്റ് ചെയ്തൊക്കെയാണ് ജ്യൂസ് ടിക്കിൽ നിന്ന്. ജ്യൂസാണ് സംഭവം, കരിമ്പൻ ജ്യൂസ്. ഓക്കെ, അടുത്ത ഇനി നെക്സ്റ്റ് ഓർഡർ എടുക്കാനായിട്ട് രണ്ടാമത്തെ ഹോട്ടലിൽ പോകണം. അവിടെ നിന്ന് ആ സാധനം എടുത്തിട്ട് ഡെലിവറി ചെയ്യാൻ പോവാം. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ സംസം ബൺ കഫേയിലാണ്. പോയി ഓർഡർ എടുത്തിട്ട് വരാം. Handle with the care, go slowly. Understood. 7903. This is my order. ഫസ്റ്റ് ഓർഡർ എടുത്തിരിക്കുക, സെക്കൻഡ് ഓർഡർ എടുത്തു. പിന്നെ നേരെ ഡെലിവറി ചെയ്യാൻ പോകാം. രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ഓർഡർ അവിടെ നിന്ന് കൊടുത്തിട്ട് രണ്ടാമത്തെ ഓർഡറും കൊടുത്തു. ഞാനിപ്പോൾ വന്ന് ലൊക്കേഷൻ നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വീട്ടിലാണ് കൊടുത്തിട്ടാണ് വന്നത്. ഇവിടെ ഓർഡർ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വണ്ടി അങ്ങ് വച്ചിട്ട് അപ്പുറത്ത് വച്ചിട്ടാണ് നടന്ന് ഇങ്ങ് വന്നത്. സോ രണ്ട് ഓർഡർ കഴിഞ്ഞു. അതിന് അടുത്ത ഓർഡറിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്, ജംഗ്ഷനിലോട്ട് പോകാം. രണ്ടാമത്തെ ഓർഡർ വന്നൊക്കെയാണ്. അതും ഇതിലും രണ്ട് പിക്കപ്പാണ് ചെയ്യാറുള്ളത്. സെക്കൻഡ് ഓർഡർ എടുത്തത് അതും രണ്ട് പിക്കപ്പാണ്. പിക്കപ്പിന് ഒന്നാമത്തത് വന്നിട്ട് സ്ക്വയർ ബിരിയാണി ഇവിടെ നിന്നാണ് എടുത്തത്. ഇനി അടുത്ത് പോകേണ്ടത് ലങ്ങ് കാണുന്ന ചിക്കിങ്ങിലോട്ടാണ് കാണാൻ പറ്റുന്നത്. അതേ ചിക്കൻ. ഇനി അടുത്ത ഓർഡർ എടുക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ എടുക്കാൻ ചിക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അകത്തോട്ട് കയറാം. താങ്ക് യു. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ കിട്ടി. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ആദ്യത്തെ ഓർഡർ അവിടെ നിന്ന് എടുത്തു, രണ്ടാമത്തെ ഓർഡർ ഇവിടെ നിന്ന് എടുത്തു. ഇനി കസ്റ്റമർ ശ്രദ്ധിക്കാം. കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഓർഡർ നെക്സ്റ്റ് ഓർഡർ എടുത്ത് തുടങ്ങി. ഇതുവരെ 5 ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തത്. 5 ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ 5 ഓർഡർ കംപ്ലീറ്റ് ചെയ്തുള്ള ഏണിങ്സ്. സോ അടുത്ത ഓർഡർ എടുത്തിരിക്കുകയാണ് 2 പിക്കപ്പ് ഇൻസ്റ്റാമാർട്ട് സോഡ. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് എടുക്കാനുള്ള സാധനമാണ്.
നീളം. അറിയില്ല. ഡബിൾ ഓർഡർ അടിക്കണമെന്ന് തോന്നുന്നു. എനിവേസ് അടുത്ത ഓർഡർ മേടിച്ചിരിക്കുന്നു. ആളിൻ്റെ അകത്ത ദൈവമേ, അത് എവിടെയെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കും. കട കണ്ടുപിടിക്കട്ടെ. ആ, കണ്ടുപിടിച്ച് നമ്മ വീട് വസന്തപുരം കണ്ടുപിടിച്ച്. ഓക്കെ, പോയി ഓർഡർ എടുത്തിട്ട് ഒരു വഴിക്ക് സാധനം കിട്ടി. ഇനി ഇതും കൊണ്ട് ഇനി കഴിക്കകത്ത് പോകും. അവിടെയാണ് ഓർഡർ കൊടുക്കാറ്. തുടങ്ങിയപ്പോൾ നല്ല ഞെരിച്ച മഴ. ആഹാ, സബാഷ്. എങ്ങനെ ഇതും കൊണ്ടുപോകും? അയ്യോ, അടിപൊളി. റെയിൻ കോട്ട് ഇട്ടുകൊണ്ടും ഞെരിച്ച മഴ ഗായ്സ്, ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഓർഡർ ഞാൻ കൊടുത്ത് കഴിഞ്ഞ് ഞാൻ എന്താ പോകാൻ പോകും. ഏതോ ഒരു സ്ഥലം ഞങ്ങൾ പോകണം. വീടെത്തിയിട്ട് ഞാൻ ബാക്കി മെസ്സേജ് ഇടാം. അപ്പോൾ ഇന്നലെ നമ്മൾ ഓഡിയൻ്റെ ഡീറ്റെയിൽ ഇടാം. അപ്പോൾ ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഓടിയത്. ഒരു 4.5 മണിക്കൂറാണ് ഞാൻ ഓടിയിട്ടുള്ളത്. വൈകിട്ട് 4:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 9:30 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്തു. ലാസ്റ്റ് മഴയൊക്കെയാണ് ഞാൻ ക്ലോസ് ചെയ്തു. 9:30 ആയപ്പോൾ ക്ലോസ് ചെയ്തു. മൊത്തം എനിക്ക് 15 ഓർഡറാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. 15 ഓർഡറിൽ 5 മൾട്ടി ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ സ്വിഗ്ഗി ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നിർത്തിയിട്ട് ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് ഞാൻ കുറേ നാൾ ജോയിൻ ചെയ്തില്ലായിരുന്നു. അപ്പം വീണ്ടും ഞാൻ ജോയിൻ ചെയ്തുകൊണ്ട് ഇപ്പം ജോയിനിങ് ബോണസും കാര്യങ്ങളും റീജോയിനിങ് ബോണസ് കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. സോ അതിൻ്റെ ബേസിൽ എനിക്ക് ഇന്നലത്തെ എമൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ 1350 രൂപയാണ് ഇന്നലെ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അല്ലാതെ ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. 1350 രൂപയാണ് ഇന്നലെ ഓർഡർ ഏണിങ്സ് ആയിട്ട് എനിക്ക് കിട്ടിയത്. കാരണം അതിനകത്ത് ഓർഡർ ഏണിങ്സ് അല്ല, ഇന്നലെ ഞാൻ ഓടിയ എമൗണ്ട് എന്ന് പറയുന്നത് 375 രൂപയാണ്. എൻ്റെ ഓർഡേഴ്സ് 15 ഓർഡേഴ്സിന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 375 രൂപയാണ്. 375 രൂപ പ്ലസ് കസ്റ്റമർ ടിപ്പ് 50 രൂപ കിട്ടി. ആൻഡ് ജോയിനിങ് ആയിട്ടുള്ള ബോണസ് എമൗണ്ട് ആയിട്ട് എനിക്ക് കിട്ടിയത് 925 രൂപയാണ് കിട്ടിയത്. സോ ടോട്ടൽ എനിക്ക് 1350 രൂപ ഇന്നലെ മാത്രം 4.5 മണിക്കൂർ ഓടിയപ്പോൾ കിട്ടി. ആ എമൗണ്ടിൽ 7 എന്തോ TDS പിടിക്കുമെന്ന് തോന്നി. TDS പോയിട്ട് 1343 രൂപ എനിക്ക് ഇന്ന് രാവിലെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. ഇതിപ്പം ഞാൻ റീജോയിനിങ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ എമൗണ്ട് കിട്ടിയത്. ഇനി ഇത് എത്ര കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മളത് ആ പടം ഒരു 5 മണിക്കൂറിനകത്തേ ഓടിയിട്ടുള്ളൂ. അപ്പം അത്ര എമൗണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ബാക്കിയുള്ള സ്വിഗ്ഗിയിലുള്ള സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ റീജോയിനിങ്ങിൻ്റെ ഇത്രയും എമൗണ്ട് കിട്ടും. ചില ദിവസങ്ങളിൽ നമുക്ക് സർജ് ഇതുപോലെ ചില ഓർഡേഴ്സ് നമുക്ക് ഇത്ര മണിക്കൂർ ഓടാൻ നേരത്ത് 80 രൂപ, 75 രൂപ, 65 രൂപ അങ്ങനെയൊക്കെ രീതിയിൽ അവർ തരും. അത് ചില ദിവസങ്ങളുണ്ടാവത്തുള്ളൂ, എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് കിട്ടണമെന്നില്ല. ഫുൾ ടൈം ഓടിയാലായിരിക്കും നമുക്ക് ചിലപ്പോൾ ഈ ഒരു എമൗണ്ട് കവർ ചെയ്യാൻ പറ്റുക. ഒരു 10 ഹവേഴ്സൊക്കെ ഓടിയാലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ എമൗണ്ട് കവർ ചെയ്യാൻ പറ്റുക എന്നാണ് സ്വിഗ്ഗിയിൽ ബാക്കി ഞാൻ കൂടെ വർക്ക് ചെയ്ത ചേട്ടന്മാരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അവർ എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടണമെന്നില്ല, ബട്ട് നമ്മൾ ഫുൾ ടൈം നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ് ഫുൾ ടൈം ഒന്ന് ഓടി നോക്കിയാലോ. അപ്പോൾ ഞാനിനി ഒരു ദിവസം ഫുൾ ടൈം ഒന്ന് സ്വിഗ്ഗി ഓടി നോക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ എത്ര കിട്ടുമെന്നുള്ളത്. ഒന്നെങ്കിൽ 8 ഹവേഴ്സ് അല്ലെങ്കിൽ 12 ഹവേഴ്സ് ഞാൻ ഓടി നോക്കും. ഈ എമൗണ്ട് നമുക്ക് കിട്ടണം, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ കിട്ടി എനിക്ക് ഈ എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ ഞാൻ ഓടണം എന്നുള്ളൊരു സംഭവം നോക്കാമെന്നുള്ള പരിപാടി ഇരിക്കുകയാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്. നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൻ്റെ എന്തെങ്കിലും ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. തെറി വിളിക്കരുത്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലും നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ചെയ്യുന്നതല്ലല്ലോ, ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് തരണം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ബൈ.